BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. 16-കാരനെ ISISൽ ചേരാൻ പ്രേരിപ്പിച്ച പെറ്റമ്മ. വെഞ്ഞാറമൂട്ടിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ UAPA ചുമത്തി കേസ്. തിരുവനന്തപുരത്ത് 16-കാരനെ ISISൽ ചേരാൻ പ്രേരിപ്പിച്ചു. അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ UAPA ചുമത്തി കേസ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. വെമ്പായം സ്വദേശിയായ യുവാവ് പത്തനംതിട്ട സ്വദേശിയായ യുവതിയെ വിവാഹം കഴിച്ചു. മതപരിവർത്തനം നടത്തിയിരുന്നു. പിന്നാലെ യുവതിയുടെ ആദ്യ വിവാഹത്തിലെ മകനെ ISISൽ ചേരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ അമ്മയും രണ്ടാനച്ഛനും UKയിൽ താമസിച്ചു വരികയായിരുന്നു. കുട്ടി UKയിൽ എത്തിയപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാട്ടി സ്വാധീനിക്കുവാൻ ശ്രമിച്ചു. തിരികെ ദമ്പതികൾ നാട്ടിലെത്തി കുട്ടിയെ ആറ്റിങ്ങൽ പരിധിയിലുള്ള മതപഠനശാലയിലാക്കി. കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് മതപഠനശാല അധികൃതർ അമ്മയുടെ വീട്ടിൽ വിവരമറിയിച്ചു. ഇതോടെ കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുകയായിരുന്നു. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ UAPA ചുമത്തി കേസ് അന്വേഷിക്കുന്നു. സംഭവത്തിൽ NIAയും വിവരശേഖരണം ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മധ്യ തെക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വരും മണിക്കൂറിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശബരിമല തീർത്ഥാടകർ ജാഗ്രത പാലിക്കുക. ആൻഡമാൻ കടൽ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. പാലക്കാട് CPIM ബ്രാഞ്ച് സെക്രട്ടറി തൂങ്ങി മരിച്ചു. പാലക്കാട് CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് എലപ്പുള്ളി തറക്കളം ബ്രാഞ്ച് സെക്രട്ടറി ശിവകുമാറാണ് മരിച്ചത്. DYFI എലപ്പുള്ളി വെസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗവും PKS വില്ലേജ് കമ്മിറ്റി അംഗവുമാണ്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് സമീപവാസിയാണ് വീടിന് സമീപത്തെ പറമ്പിലെ മരക്കൊമ്പിൽ ശിവകുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് ഇദ്ദേഹം തൂങ്ങി മരിച്ചത്. തിങ്കളാഴ്ച 12ഓടെ ഏലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്വന്തം വാർഡായ 19ൽ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ പ്രവർത്തകർക്കൊപ്പം ശിവകുമാർ പങ്കെടുത്തിരുന്നു. പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയ ശിവകുമാറിനെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തിരുന്നില്ലെന്ന് സുഹൃത്തുക്കളും പ്രാദേശിക നേതാക്കളും പറഞ്ഞു. കസബ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മരണത്തിനിടയാക്കിയ കാരണം സംബന്ധിച്ച് വ്യക്തതയില്ലെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. 5 വർഷമായി CPIM തറക്കളം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ശിവകുമാർ. വടക്കോട് സ്വകാര്യ ഫാമിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു. പത്രവിതരണ സഹായിയായും പ്രവർത്തിച്ചിരുന്നു. ലഹരിക്ക് പണം കണ്ടെത്തുവാൻ മുളകുപൊടി എറിഞ്ഞ് അംഗൻവാടി ടീച്ചറുടെ മാല കവർന്നു. തൃശൂരിൽ യുവതി പിടിയിൽ. തൃശൂർ വൈന്തലയിൽ മുളകുപൊടി എറിഞ്ഞ് മാല കവർന്ന് അംഗൻവാടി ജീവനക്കാരുടെ 3 പവൻ മാലയാണ് കവർന്നത്. തൃശൂർ വൈന്തലയിൽ മുളകുപൊടി എറിഞ്ഞ് മാല കവർന്നു. അംഗൻവാടി ജീവനക്കാരുടെ 3 പവൻ മാലയാണ് കവർന്നത്. സംഭവത്തിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായി. മാല കവർന്ന 3-അംഗ സംഘത്തിലെ യുവതിയെ അംഗൻവാടി ജീവനക്കാരിയായ മോളി ജോർജ് തിരിച്ചറിഞ്ഞിരുന്നു. പാടത്തോട് ചേർന്ന റോഡിലൂടെ പോകുമ്പോൾ പരിചയക്കാരിയായ ഒരു യുവതിയും 2 യുവാക്കളും സംസാരിച്ചു നിൽക്കുന്നത് മോളി ജോർജ് കണ്ടിരുന്നു. തുടർന്ന് നടക്കുന്നതിനിടയിലാണ് അവരിലൊരാൾ പിന്നിലൂടെ ബൈക്കിലെത്തി മുളകുപൊടി എറിഞ്ഞ ശേഷം മാല പൊട്ടിച്ചത്. മോളിയുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ മുഖത്ത് പാലൊഴിച്ചാണ് മുളകുപൊടി നീക്കിയത്. പിന്നീട് ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം മാള പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി. മോളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു. വൈന്തല സ്വദേശിയായ അഞ്ജനയും 2 ആൺ സുഹൃത്തുക്കളുമാണ് പിടിയിലായത്. ഒരു ആൺ സുഹൃത്ത് പ്രായപൂർത്തിയായിട്ടില്ല. ലഹരി ഉപയോഗിക്കുവാനുള്ള പണത്തിനായാണ് മോഷണം എന്നാണ് പ്രാഥമിക നിഗമനം. രാക്ഷസ നടികന്മാർ നേർക്കുനേർ. ഹീറ്റ് 2-ൽ ക്രിസ്ത്യൻ ബെയിലും ഡികാപ്രിയോയും ഒന്നിക്കുന്നു. ഹോളിവുഡിൽ നിലവിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളെന്ന് വിലയിരുത്തപ്പെടുന്ന ലിയനാർഡോ ഡികാപ്രിയോ
ക്രിസ്ത്യൻ ബെയിൽ എന്നിവർ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നു. മൈക്കൽ മാൻ സംവിധാനം ചെയ്ത് ഇതിഹാസ നടന്മാരായ അൽ പച്ചീനോ, റോബർട്ട് ഡി നീറോ എന്നിവർ നേർക്കുനേർ നിന്ന് അഭിനയിച്ച് വമ്പൻ ഹിറ്റായി മാറിയ ഹീറ്റ് എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലാണ് ഇരുവരും ഒന്നിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യ ചിത്രം പറഞ്ഞത് ഒരു പ്രൊഫഷണൽ മോഷണ സംഘത്തിന്റെ തലവനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഹീറ്റ് 2-ലുള്ളത് മുൻ വിഭാഗത്തിൽ പറഞ്ഞുവച്ച കഥയുടെ ബാക്കിയാണോ, അതേ യൂണിവേഴ്സിൽ നടക്കുന്ന മറ്റൊരു കഥയാണോ, അതോ ചിത്രത്തിന്റെ റീമേക്കാണോ എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഡൽഹി സ്ഫോടന കേസ്. മകനെ കസ്റ്റഡിയിലെടുത്തതിൽ മനം നൊന്ത് പഴക്കച്ചവടക്കാരൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഡൽഹി സ്ഫോടന കേസിൽ മകനെയും സഹോദരനെയും കസ്റ്റഡിയിലെടുത്തതിൽ മനംനൊന്ത് കശ്മീരിലെ പഴക്കച്ചവടക്കാരൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കുൽഗാം സ്വദേശി ബിലാൽ അഹമ്മദ് വാനിയാണ് മരിച്ചത്. ബിലാൽ അഹമ്മദ് വാനിയെയും മകൻ ജാസിർ ബിലാൽ വാനിയെയും സഹോദരൻ നവീദ് വാനിയെയും ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ബിലാലിനെ അന്നു തന്നെ വിട്ടയച്ചെങ്കിലും മകനും സഹോദരനും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയായിരുന്നു. കുടുംബാംഗങ്ങളെ കസ്റ്റഡിയിലെടുത്തതിൽ ബിലാൽ അഹമ്മദ് വാനി കടുത്ത നിരാശയിലായിരുന്നു. ഭീകര ശൃംഖലയ്ക്ക് സാങ്കേതിക പിന്തുണ നൽകിയെന്നും ഡ്രോണുകളിൽ മാറ്റം വരുത്തിയെന്നും റോക്കറ്റുകൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചെന്നും ആരോപിച്ച് ബിലാലിന്റെ മകൻ ജാസിർ ബിലാൽ വാനിയെ അറസ്റ്റ് ചെയ്തിരുന്നു. നവംബർ 10 ന്യൂഡൽഹിയിൽ 13 സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം ജമ്മുകാശ്മീർ പോലീസ് 600-ലധികം നാട്ടുകാരെ കശ്മീരിൽ കസ്റ്റഡിയിലെടുത്തു. വാനിയുടെ മകനും അവരിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാനിയെ ആത്മഹത്യാ നടപടിയിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടുണ്ട്. വാനിയുടെ ആത്മഹത്യയിൽ ജമ്മുകാശ്മീർ പോലീസ് മറുപടി നൽകിയിട്ടില്ല. ചാവേർ ആക്രമണം, രക്തസാക്ഷിത്വം. ചെങ്കോട്ട സ്ഫോടനത്തെ ന്യായീകരിച്ച് ഉമർ നബി. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തെ ന്യായീകരിച്ചുള്ള ചാവേർ ഉമർ നബിയുടെ വീഡിയോ പുറത്ത്. ചാവേർ ആക്രമണത്തിന് മുൻപുള്ള വീഡിയോ ആണ് പുറത്തുവന്നത്. ചാവേർ ആക്രമണം രക്തസാക്ഷിത്വമെന്ന് വീഡിയോയിൽ ഉമർ നബി പറയുന്നു. അതിനിടെ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവത്തിൽ അറസ്റ്റിലായ ഫരീദാബാദ് വെള്ളക്കോളർ സംഘം ആശയവിനിമയത്തിന് ഉപയോഗിച്ചത് ടെലിഗ്രാം എന്ന് NIA. സ്ഫോടക വസ്തുവിന് ഉപയോഗിച്ച കോഡ് ബിരിയാണി എന്നാണ്. ആക്രമണ പദ്ധതിക്ക് നൽകിയ കോഡ് വിരുന്ന് എന്നർത്ഥം വരുന്ന ദാവത്ത് എന്ന വാക്കാണ്. NIA-യുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. അതേസമയം ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ലുക്മാൻ, വിനയ് പഥക് എന്നിവരാണ് മരിച്ചത്. അതിനിടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ശ്രീനഗറിൽ നിന്നും ഒരാളെ കൂടി NIA അറസ്റ്റ് ചെയ്തു. കേസിൽ NIA നടത്തുന്ന രണ്ടാമത്തെ അറസ്റ്റാണിത്. ജാസിർ ബിലാൽ വാനി എന്ന ഡാനിഷാണ് അറസ്റ്റിലായത്. ഭീകരാക്രമണത്തിന് സാങ്കേതിക സഹായം നൽകിയതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുവാൻ പദ്ധതി തയ്യാറാക്കിയതായി NIA അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം കുറ്റവാളികൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും പിടികൂടുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകും. ഭീകരതയുടെ വേര് അറുക്കുക എന്നത് തങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയാണെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. സോണൽ കൌൺസിൽ യോഗത്തിലായിരുന്നു പരാമർശം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.